നീ ഇവിടെ എത്തിയോ? ഞാൻ ഓൺ ദ വെയിലാണ്, ഇപ്പോഴാ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റിയത്. എങ്ങനെ പോകുന്നു അവിടെ കാര്യങ്ങളൊക്കെ? ഞാൻ ഒരു 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തും. എന്നിട്ട് നമുക്ക് പരിപാടി അങ്ങ് കളറാക്കുക. ഇവിടെ മാത്രമല്ല, അങ്ങ് UK ലും അയർലൻഡും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറം എനിക്കൊന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലും ഉണ്ട്. ഹലോ, ഇവിടെ ഭയങ്കര ചൂടാണ്. കുറച്ച് ഫാൻ കിട്ടാനുള്ള വഴി നോക്കണം. ഫാൻ വല്ല നീ ആക്ഷന് വല്ലതും പോയി നോക്ക്. ഇല്ല ആക്ഷനിൽ ഫാനേ ഇല്ല. കാരണം ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് എല്ലാം സോൾഡ് ഔട്ടാ. ഫാൻ ഇല്ലേ? ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ മറ്റേ ബാക്ക് സ്റ്റേജ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ടീമിലുള്ള, അവരുടെ അടുത്ത് പറ എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു ഫാൻ കൊണ്ടുവരാൻ പറ. ഞാൻ പറയാം. പിന്നെ ക്യൂലിസിന്റെ ചാർട്ട് പെട്ടെന്ന് നീ അർജന്റായിട്ട് ഇമെയിലേക്ക് അയക്കണം. കുറച്ച് അർജന്റാണ്, നിനക്ക് അയക്കണം. ഓക്കെ അത് ഞാൻ ആക്ച്വലി അത് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അയക്കാം, വേറൊന്നും ഇല്ലല്ലോ. ഓക്കെയാണ്. ഓക്കെടാ, ശരി, ബൈ. ഹലോ, നീ ഇപ്പോ തന്നെ എന്നോട് സംസാരിക്കണം. അത് പറ്റത്തില്ല, എനിക്ക് കുറെ പരിപാടി ഉണ്ട് ചെയ്യാൻ. ഞാൻ വൈകിട്ട് ബാക്ക് സ്റ്റേജിന്റെ പുറകിൽ നിന്ന് വിളിക്കാം. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. It's so beautiful. ഹലോ, ഞാൻ ഇവിടെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. എന്തുപറ്റി? ഉണ്ട്, ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്തുപറ്റി? എന്നെ വിളിച്ചോ? എന്റെ പൊന്നു ബ്രോ, അവൾ എന്നെ വിളിച്ചിട്ട് ഫുൾ കരച്ചിലാണ്. നീ ഈ ലോകത്തൊന്നും അല്ലേ? നിനക്ക് അവളെ അൺബ്ലോക്ക് ചെയ്തിട്ടൊന്ന് വിളിച്ചൂടെ? അവളെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഉണ്ടോ, അതെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ്. നിനക്കറിയത്തില്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. എന്ത് പരിപാടിയും കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവളൊന്നിനും സമ്മതിക്കാറില്ല. എപ്പോഴും അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ടും എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു എനർജി കിട്ടുന്നത്. അതും പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ വരുന്നത്. അപ്പോൾ ഈ ഇവൻറ്റ് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവളെന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനങ്ങ് പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അതാണല്ലേ കാര്യം. നീ എന്തായാലും അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കും. ഞാൻ നോക്കട്ടെ. ശരി. അപ്പോൾ ശരിടാ, കാണാം. ശരി. ദൈവമേ, do you think I can do it? Yes, you can. Right!
ഹലോ ഹലോ, ഹലോ, നീ എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തേക്കുന്നേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു പരിപാടി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യുമല്ലേ, അത് വീണ്ടും നീ എന്നെ ഒന്ന് പ്രഷർ ചെയ്യാൻ പറ്റുന്നത്? എത്ര പ്രാവശ്യം നിന്നെ വിളിക്കണം? അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എടുത്തൊന്ന് റിപ്ലൈ തന്നൂടെ? അത് ഇതൊക്കെ മുന്നേ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. 2 ദിവസമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നിടയ്ക്ക് നീ കൂടെ വിളിച്ചപ്പോൾ എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റിയില്ല. അപ്പൊ നിനക്ക് അതാണോ ഇമ്പോർട്ടന്റ്? അത് തന്നെയല്ലേ പറഞ്ഞത്, നീ തന്നെയാണ് ഇമ്പോർട്ടന്റ്, നീ തന്നെയാണ്. നീ ഇപ്പൊ 2 ദിവസം കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി പേടി തോന്നാണ്. നീ ഇതുവരെ എന്റെ അടുത്ത് കാണിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നിന്റെ കരിയറിന് വേണ്ടി നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണെന്നും അതിന്റെ എന്താണ് റീസൺ എല്ലാം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. കോർപ്പറേറ്റ് ലൈഫ് അത് എനിക്കുള്ളതല്ല. അവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കൊച്ചിലെ തൊട്ട് ലാലേട്ടനെ കണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു പാഷനായി. പിന്നെ മൂവീസ് കണ്ട് മൂവീസ് എന്ന് പറഞ്ഞ ഒരു പാഷനായി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന ഒരു മൊമെന്റ് ആണ്, വന്നൊരു ഇവന്റ് ആണ് ഇത്. ഇതിൽ നീ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. നിനക്ക് ഉറപ്പുണ്ടോ നീ ഈ 2 ദിവസം മാറിക്കഴിഞ്ഞാൽ? ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. നമ്മുടെ ലൈഫ് പഴയ പോലെ തന്നെ പോകുന്നു. നീ എന്നെ ഒന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകാൻ ഒരു പ്രോപ്പർ ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് 100% ഉറപ്പുണ്ട് എൻ്റെ പാഷനും എൻ്റെ റിലേഷൻഷിപ്പും അത് അടിപൊളിയായിട്ട് പോകുന്നു. നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിന്റെ കൂടെ നിൽക്കും. ബിക്കോസ് ഞാൻ അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തൊരു പാർട്ട്ണർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നീ ഇപ്പം എന്നെ വിശ്വസിക്കണം. എന്നാൽ നീ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് എന്നെ വിളിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നാ പിന്നെ ഇതിനെ കഴിച്ചിട്ട് നീ കിടക്ക്. കുഴപ്പമില്ല, നീ എന്തായാലും ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്യുന്നിട്ട് ഫ്രീ ആവുമ്പോൾ എല്ലാം സെറ്റായിട്ട് വിളിക്കും. ഓക്കെടി. ഓക്കെ. മിസ് യു. ലവ് യു. ലവ് യു ടു ബ്രദർ. ബൈ. Our souls will heal up way faster. Although you are in my mind, I should fought this Trojan war. Hope we win this battle soon. Maraya. തിരക്കിന്റെ ആരവത്തിൽ ഞാൻ മുങ്ങി, തിരക്കിന്റെ ആരവത്തിൽ ഞാൻ മുങ്ങി.